ഈസ്റ്റർ ദിനത്തിലും വിശ്രമമില്ലാതെ പ്രചാരണ രംഗത്ത് സജീവമാണ് സ്ഥാനാർത്ഥികൾ. അപ്രിയ സത്യങ്ങൾ പറയുന്നവരെ BJP വേട്ടയാടുകയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആരോപിച്ചു. കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ നിന്ന് ആന്റണിയുടെ പേരും ചിത്രവും മറയ്ക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. ആലത്തൂരിൽ LDF, UDF സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകൾ വ്യാപകമായി നശിപ്പിക്കപ്പെട്ടു. വോട്ടുറപ്പിക്കാൻ ഈസ്റ്റർ ദിനത്തിലും സ്ഥാനാർത്ഥികൾ പരക്കം പായുകയാണ്. പലയിടങ്ങളിലും പള്ളികളിലെ പ്രാർത്ഥനാ ചടങ്ങിൽ സ്ഥാനാർത്ഥികൾ പങ്കെടുത്തു. പൊതുപരിപാടികൾക്ക് അവധിയെങ്കിലും വോട്ടർമാരെ നേരിൽ കാണുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. കേന്ദ്ര ഏജൻസികളെ BJP വേട്ടപ്പട്ടികളാക്കി മാറ്റുന്നു എന്ന ആരോപണവുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്തെത്തി. തങ്ങൾക്ക് അപ്രിയമായ സത്യങ്ങൾ ആര് പറഞ്ഞാലും അവരെ എല്ലാവരെയും വേട്ടയാടാൻ വേണ്ടിയുള്ള ഒരു വേട്ടപ്പട്ടികളായി BJP ഗവൺമെൻറ് അതിൻ്റെ പക്കലുള്ള അന്വേഷണ ഏജൻസികളെല്ലാം ദുരുപയോഗപ്പെടുത്തുകയാണ്. മണ്ഡലങ്ങളിലെ പ്രാദേശിക വിഷയങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുകയാണ് മുന്നണികൾ. ആലത്തൂരിൽ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ പ്രചരണ സാമഗ്രികൾ വ്യാപകമായി നശിപ്പിക്കുന്നുവെന്നാണ് പരാതി. പോലീസിനെ സമീപിച്ചിട്ടും നടപടിയുണ്ടാകുന്നില്ലെന്ന് രമ്യ ഹരിദാസ് ആരോപിച്ചു. ഇത്തരം രീതിയിലുള്ള ഒരു പ്രവർത്തനം ശരിയായിട്ടുള്ള ഒരു രീതിയല്ല. ഈ സാമൂഹിക വിരുദ്ധരെ പൊതുജനത്തിന് മുൻപിൽ, നിയമനത്തിന് മുൻപിൽ കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ട്. പത്തനംതിട്ടയിലെ വിവാദം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തെ ചൊല്ലിയാണ്. കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ UDF സ്ഥാനാർത്ഥി ആന്റണിയുടെ ഫോട്ടോയും പേരും മറയ്ക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടു. തെരഞ്ഞെടുപ്പ് സ്ക്വാഡിന് ഇത് സംബന്ധിച്ച് കളക്ടർ നിർദ്ദേശം നൽകി. ഇതിന് ചിലവാകുന്ന തുക ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് ചെലവിൽ വകയിരുത്തും. LDF ആറന്മുള നിയോജക മണ്ഡലം സെക്രട്ടറി നൽകിയ പരാതിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം.